ഏതു സമയത്തും തൻ്റെ നിലപാടുകൾ വെട്ടിത്തുറന്ന് പറയുന്ന വനിതാ മന്ത്രിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. മന്ത്രി ജെ ചിഞ്ചുറാണി. ഈ സാഹചര്യത്തിൽ മന്ത്രി ചിഞ്ചുറാണിയുടെ പ്രതികരണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. മന്ത്രിസഭയിലുള്ള ചുരുക്കം വനിതാ മന്ത്രികളിൽ ഒരാളാണ് മാഡം. ഇപ്പോൾ CPM നേതാവായ ആനി രാജ, CPM നേതാവായ ബൃന്ദ കാരാട്ട്, ഇവരെല്ലാവരും നിലപാട് പറഞ്ഞിരിക്കുന്നത് മുകേഷ് രാജിവെക്കണമെന്നാണ്. അത് ആരോപണ വിധേയനായ മുകേഷ് രാജിവെക്കണമെന്നാണ്. അപ്പോൾ CPIയുടെ മന്ത്രിയായ അങ്ങയുടെ അഭിപ്രായം എന്താണ്? CPIയുടെ നേതാവായ ആനി രാജയുടെ അതേ നിലപാട് തന്നെയാണോ? ഇല്ല, രാജിവെക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേർക്കുള്ള കുറ്റം തെളിയിക്കണം. കുറ്റം ഇതുവരെ തെളിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനെതിരെ ഇപ്പം നടപടിയെടുത്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ ഗവൺമെൻറ് ഒരു നല്ല കമ്മിറ്റി തന്നെയാണ് വെച്ചിരിക്കുന്നത്. കാരണം IAS ഉദ്യോഗസ്ഥരുള്ള വനിതാ IAS ഉദ്യോഗസ്ഥർ മുമ്പൊക്കെ ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള വനിതാ IAS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ഒരു ടീമിൽ അന്വേഷണ സംഘമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ നടപടി ആരംഭിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോൾ കണ്ടല്ലോ, പലരുടെയും പേരിൽ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് കേൾക്കാൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇരകളുടെയൊക്കെ മൊഴികളെടുക്കുക, അത് കൃത്യമായ നിലയിൽ രേഖപ്പെടുത്തുക, അത് സത്യസന്ധമാണോ എന്നുള്ളത് അന്വേഷിക്കുക. അതൊക്കെ അന്വേഷണ റിപ്പോർട്ടും കൂടെ വരാതെ നമുക്ക് ഒരാൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് പറയുന്നതിനോട് വലിയ യോജിപ്പില്ല. അധികാരത്തിലിരിക്കുന്നൊരു MLA ഉള്ളപ്പോൾ ആ MLAക്കെതിരെ അന്വേഷണം കാര്യമായി നടക്കുമോ? അപ്പോൾ MLA ആ സ്ഥാനം മാറ്റി വെക്കണം എന്ന് പറയുന്നതിൽ ഒരു ഉചിതമായ അഭിപ്രായമല്ലേ അത്? അല്ല, അതിനോട് നമ്മളിപ്പോൾ പറയുന്നില്ല. കാരണം അങ്ങനെയൊക്കെയുള്ള പല ആൾക്കാരും കേരളത്തിലുണ്ടായിരുന്നില്ല. ഞാൻ അവരെ കാര്യമൊന്നും പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിനെതിരെ ആയിട്ടുള്ള ആരോപണം തെളിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടപടികൾ എടുക്കുമെന്നുള്ള ഉറപ്പ് അതിനകത്ത് പ്രതിപക്ഷമൊന്നുമില്ല, ഭരണപക്ഷമൊന്നുമില്ല. CPI ഇന്നലെ നിലപാട് അറിയിച്ചു കഴിഞ്ഞ് മുകേഷ് രാജിവെച്ച് മാറി നിൽക്കണമെന്നുള്ള നിലപാട് ഇന്നലെ മുഖ്യമന്ത്രിയെ അറിയിച്ചു കഴിഞ്ഞു. അല്ല, അത് CPIയുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി അറിയിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതൊക്കെ അറിയിച്ചു കഴിഞ്ഞു. അത് ഞങ്ങൾ ഉൾപ്പെടെയുള്ള CPIയുടെ നിലപാടാണ്. അപ്പം ആനി രാജയുടെ അതേ നിലപാട് തന്നെയാണ് ആ CPIക്ക് ഉള്ളത്. എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചു, അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. പക്ഷേ ഇനി ബാക്കിയുള്ള മൊഴികളും ബാക്കിയുള്ള കാര്യം എടുത്ത് ഇത് കറക്റ്റാണോ എന്നുള്ള അറിയണ്ടേ. ചുമ്മാ ഒരാളെ പെട്ടെന്ന് കയറി നമുക്ക് നടപടിയെടുക്കാൻ പറ്റുമോ? അതിനൊക്കെ കാലതാമസം പിടിക്കുന്നതുകൊണ്ടാണ്. ഒരുപാട് കാലതാമസം ഇതിൽ വരില്ല. കാരണം ആ തരത്തിലുള്ള ഒരു നല്ല അന്വേഷണ സംഘത്തിനെയാണ് ഇന്ന് കേരളത്തിലെ ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങ് കൊല്ലത്തെ മന്ത്രിയാണ്. അപ്പോൾ കൊല്ലത്തെ MLAക്കെതിരെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നത്. കൊല്ലത്ത് വലിയ പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അന്വേഷണത്തിന് വേണ്ടിയിട്ട് മുകേഷ് വിധേയനായി നിൽക്കേണ്ടതല്ലേ? അത് അന്വേഷണത്തിന് വിധേയമായിട്ട് നിൽക്കണമല്ലോ. എപ്പോഴും പോലീസ് ആവശ്യപ്പെട്ട അവിടെ കാണണമല്ലോ. അദ്ദേഹത്തിന് അങ്ങനെ അദ്ദേഹം എനിക്ക് തോന്നുന്നു 4 ദിവസം ഒരവസ്ഥ കാണുന്നില്ല. 4 ദിവസമായിട്ട് ഇവിടെ ആരും കാണുന്നില്ല. മാധ്യമങ്ങൾ കാണുന്നില്ല, ജനങ്ങൾ കാണുന്നില്ല, അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത ജനങ്ങൾ കാണുന്നില്ല, ആരും തന്നെ അദ്ദേഹത്തെ കാണുന്നില്ല. ഇന്ന് വാഹനത്തിൽ കയറി പോയി എന്നുള്ള ഒരു സെക്കൻഡ് കാഴ്ച മാത്രമേ കണ്ടുള്ളൂ. അദ്ദേഹത്തെ ഇവിടെ ആരും കണ്ടിട്ട്, കൊല്ലംകാർ കണ്ടിട്ട്, കൊല്ലത്തേക്ക് തിരഞ്ഞെടുത്ത ഒരു MLA ആണ് കണ്ടിട്ടില്ല. അതൊരു പക്ഷേ പ്രതിഷേധമൊക്കെ ഫൈനായിരിക്കും. നമ്മളായാലും നമുക്കെതിരെ എന്തെങ്കിലും ഒരു ആരോപണം വന്ന വഴിനീളെ പ്രതിഷേധമായിട്ട് ആൾക്കാർ നിൽക്കില്ലേ. പക്ഷേ ഇതങ്ങനത്തെ ഒരു പ്രശ്നമല്ല. ഇത് വളരെ സീരിയസ് ആയിട്ട് അന്വേഷിക്കേണ്ടുന്നൊരു വിഷയം തന്നെയാണ്. ഞാനും ഒരു വനിതയാണ്. കാരണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിൻ്റെയൊക്കെ മുൻപന്തിയിൽ നിന്ന് സമരം ചെയ്യുന്നൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നടപടി ഉണ്ടാകണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ നടപടി വരുമ്പോൾ അത് നമ്മൾ അന്വേഷണ കമ്മീഷൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ നോക്കണം. അതിൽ തെറ്റാണ് ചെയ്തിരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ പലരും നമുക്കറിയാം, സിനിമാ മേഖലയിലെ പലരും ഇപ്പോൾ പൊങ്ങി വരുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതിന് തക്ക രീതിയിലുള്ള തെളിവ് കൊടുക്കുവാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. തെളിവ് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ഇത് ഉന്നയിക്കുക മാത്രമല്ല, അത് തെളിയിക്കുക എന്നുള്ള ബാധ്യത കൂടി അവർ ഏറ്റെടുക്കണം. എന്തായാലും ഈ പരാതിക്കാർക്കൊപ്പം സർക്കാർ ഉണ്ടാവും, അവർക്ക് നീതി ലഭിക്കും, ഉറപ്പാണ്. ആ പരാതികൾക്കൊപ്പം തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അത്തരത്തിലുള്ള ഇരകൾക്കൊപ്പം തന്നെയാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ നിൽക്കുന്നത്. ഇടതുപക്ഷവും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എത്ര ഉന്നതനാണെങ്കിലും ശിക്ഷിക്കപ്പെടും കുറ്റം തെളിഞ്ഞാൽ. അല്ല, കുറ്റം തെളിഞ്ഞ ആരായാലും ശിക്ഷിക്കപ്പെടും. അതിനകത്ത് ഏത് തസ്തികയാണെന്നൊന്നും നോക്കില്ല, അത് വരുമെന്നുള്ള ഉറപ്പാണ്. മന്ത്രി പറഞ്ഞിരിക്കുന്നത് പരാതിക്കാർക്ക് ഭയപ്പെടേണ്ടതില്ല, പരാതിക്കാർക്ക് നീതി ലഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് ആരാണെങ്കിലും ശരി. ഇന്നലെ CPIയുടെ നിലപാട് അറിയിച്ചു. ആ നിലപാടിൽ തന്നെയാണ് മന്ത്രിയുമുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.